സിദ്ധു ആ എന്താ സിദ്ധു, എന്തു പറ്റി? പുറത്തെന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി. എന്ത് ശബ്ദം? സിദ്ധുവിന് തോന്നിയതായിരിക്കും. സിദ്ധു അതെ, തോന്നിയതായിരിക്കും. വാ, വന്ന് കിടക്ക്. എന്താ സിദ്ധു? ഏയ് ഒന്നുമില്ല, വെറുതെ. എന്നാ കിടന്നുറങ്ങ്. ഡോർ അടച്ചേക്ക് സിദ്ധു. ഹലോ രാധാമണി. ആ മാഡം, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെ കൃത്യമായിട്ട് നടന്നു അല്ലേ? അതെ മാഡം. എങ്ങനെയാണോ ഈ കുടുംബത്തെ കയറിപ്പറ്റാൻ മാഡം ഉദ്ദേശിച്ചത് അത് തന്നെ നടന്നു. ഇതുവരെയുള്ളത് കൃത്യമായിട്ട് നടന്ന സ്ഥിതിക്ക് ഇനിയുള്ള പ്രധാനപ്പെട്ട ഭാഗവും അങ്ങനെ തന്നെ നടക്കില്ലേ? ഉറപ്പായിട്ടും മാഡം. വീട്ടുകാർക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല മാഡം, സ്വന്തം അമ്മയെ പോലെയാ ഇവിടെ ഉള്ളവരെ എന്നെ കരുതുന്നേ. ജീവിതത്തിൽ ഇതുപോലൊരു പരിചരണവും കരുതലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ മാഡത്തെ എതിർത്ത ആ പ്രഭാവതിയില്ലേ, അവർക്ക് എന്നോട് നല്ല സ്നേഹമാണ്. എന്റെ കുടുംബത്തിൽ ഞാനൊരു പുഴുവിനെ പോലെയാ കഴിഞ്ഞിരുന്നേ. ഇവിടെ വന്നപ്പോഴാ ഞാനൊരു മനുഷ്യജന്മമാണെന്ന് മനസ്സിലാക്കുന്നേ. അത് ശരി. ചന്ദ്രോത്തുകാരുടെ മഹാത്മ്യം വിളമ്പാനാണോ നീ എന്നെ വിളിച്ചത്? അയ്യോ അല്ല മാഡം, MLA മോളുടെ സ്നേഹം കണ്ടപ്പോ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ജോലിയിൽ വെള്ളം ചേർക്കുന്ന ആളല്ല രാധാമണി. കൊല്ലാൻ വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊല്ലുക തന്നെ ചെയ്യും. അതിലേ ദയയും ദാക്ഷിണ്യം ഒന്നുമില്ല. എനിക്ക് ചെയ്തു തന്ന പുണ്യങ്ങളും നോക്കില്ല. അതൊന്നും മാഡം പേടിക്കണ്ട. അത് മതി. അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ജോലി പൂർത്തിയായിട്ട് കഴിയുമ്പോ ബാക്കി പണവും കൃത്യമായിട്ട് കിട്ടും. ശരി മാഡം, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ശരി.